രാഹുൽ മാങ്കൂട്ടത്തിന് 3ാം പീഡനാരോപണ പരാതിയിലും ഇപ്പോ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ ശരിക്കും ഇത്രയും വൈകിയത് എന്ത് എന്നുള്ളത്, മുൻപ് കഴിഞ്ഞ കേസിലും ആദ്യം ജാമ്യം കിട്ടാതെ പിന്നെ വീണ്ടും അടുത്തതിലാണ്. പക്ഷെ അന്ന് അറസ്റ്റിലായിരുന്നില്ലല്ലോ രാഹുൽ. അല്ല, അറസ്റ്റിലെ മുൻകൂർ ജാമ്യം അത് എന്തുകൊണ്ട് ആദ്യത്തേൽ കിട്ടാതെ വീണ്ടും 2ാം തവണയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാല്, ഇത്രയും പ്രമാദമായി സോഷ്യൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു കേസ് ആയതുകൊണ്ടാണ് ആദ്യം ഈ ജാമ്യം കൊടുക്കാതെ കുറച്ച് വൈകി കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഇതിലൂടെ ഒതുക്കാമെന്ന് CPM വിചാരിച്ചിട്ട് നടന്നില്ല. കോൺഗ്രസിനെ ഒതുക്കാമെന്ന് വിചാരിച്ചു, നടന്നില്ല. കോൺഗ്രസ് പതിയെ രാഹുലിനെ ഒഴിവാക്കിയപ്പോൾ രാഹുലിലൂടെ കോൺഗ്രസിനെ അടിക്കാമെന്നുള്ളത് ആ മോഹം പൊലിഞ്ഞുപോയി. പക്ഷെ ഇനിയും അവർ രാഹുലിനെ ഉപദ്രവിക്കുന്നത് നിർത്തിയിട്ടില്ല. കാരണം P വിജയ എന്ന് വിളിച്ച ആ ഒരു ആർജവം, അതിന്റെ ഒരു പക രാഹുൽ കാണിച്ച ആർജവത്തോടുള്ള പകയാണ്. പിന്നെ പൊതിച്ചോറിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെ വൈകാരികപരമായി ജനങ്ങളെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നതാണ് ഇതിലൂടെ. ഈ പൊതിച്ചോറിന്റെ പേര് പറഞ്ഞ് സെന്റിമെന്റ്സ് കഥകൾ പറഞ്ഞ് രാഹുലിനെതിരെ ആൾക്കാരുടെ ഒരു ഇമോഷണൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വേറൊരു സൈഡിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വം, കാരണം പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ലൈംഗിക ബന്ധത്തെ പിന്നീട് ഈ രീതിയിൽ ഒരു ബലാത്സംഗമായി ചിത്രീകരിക്കുമ്പോൾ ഇത് പുരുഷന്മാർ മാത്രമല്ല, സാധാരണ സ്ത്രീകൾ പോലും ഇത് ചെറ്റത്തരമല്ലേ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. പിന്നെ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ, കുറച്ച് സൂഡോ ഫെമിനിസ്റ്റുകൾ ഉണ്ട്. പിന്നെ അതുപോലെ എന്താണ് പറയുന്നത്, ഫെമിനിസം പറയുന്ന ചില പുരുഷന്മാരുണ്ട്. അതായത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഫെമിനിസം പറയുന്ന ഒരു വിഭാഗം പുരുഷന്മാരുണ്ട്. ഇവരൊക്കെ മാത്രമാണ് ഇപ്പോഴും ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവർ തന്നെ ഇപ്പോ വേടനെ പറ്റി പറയുമ്പോൾ അവർക്ക് മറ്റൊരു ന്യായമാണ്. വേടൻ, കഴിഞ്ഞ ദിവസം ഒരാളുടെ ഇത് വായിച്ചായിരുന്നു, വേടന്റെ വിഷയത്തിൽ അത് വേദനിക്കുന്നു നിർത്തൂ എന്ന് സ്ത്രീ പറഞ്ഞതിനെ മോട്ടിവേഷനായിട്ടാണ് വേടൻ കരുതിയിട്ടുണ്ടാവുക എന്നിവർ വ്യാഖ്യാനിക്കുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വരുമ്പോൾ അവർ സ്വമേധയാ അവർ വിളിച്ചു വരുത്തി, അവർ ഇരുവരും മ്യൂച്വൽ കൺസെന്റോടു കൂടിയായിരുന്നു. അതിനെ പിന്നീട് ബലാത്സംഗമായി ചിത്രീകരിക്കുന്നു. ഒരു തവണയല്ല, പലതവണ കഴിഞ്ഞതാ. എന്നിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം, ബലാത്സംഗം എന്ന് പറയപ്പെടുന്ന ഈ സംഭവത്തിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുക, വലിയ എമൗണ്ടുകൾ ചെരുപ്പ് വാങ്ങിക്കാനും ഒക്കെ കൊടുക്കുക, ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും അവിടെ അത് ബലാത്സംഗമായി ഇവർ വ്യാഖ്യാനിക്കുന്നു. ഇതിലുള്ള ഇരട്ടത്താപ്പ് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും പരാതിക്കാർ വരാനുണ്ട് എന്ന് ഇവർ നേരത്തെ തന്നെ പറയുകയാണ്. ഇതൊന്നുമല്ല, ഇനിയും ഒരുപാട് പരാതികൾ വരാനുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇവരെ തേടി പോവുകയാണ് പരാതിക്കാരെ. കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞില്ലേ, അവരെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചു പറയുകയാണെന്ന്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ ആ മാധ്യമ പ്രവർത്തകരുടെ പേര് വെളിപ്പെടുത്തേണ്ടതാണ്. എന്തിനാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം? പേര് ഇന്ന ആള് എന്നെ വിളിച്ച് ചോദിച്ചു എന്ന് പറയുകയല്ലേ ചെയ്യേണ്ടത്? പിന്നെ ഈ പറയുന്ന ഇടത് മാധ്യമ സഖാക്കന്മാർ എന്ന് തന്നെ പറയും, ഇടത് മനസ്സുള്ള മാധ്യമ പ്രവർത്തകർ തന്നെ ഘോരം രാഹുലിനെതിരെ പറയുകയാണ്. ഈ പറയുന്നതിൽ പലരുടെ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇവിടെ പല മാധ്യമ ജൂനിയർ ആയിട്ടുള്ള പല മാധ്യമ പ്രവർത്തകമാരും നേരിട്ടുള്ള അനുഭവങ്ങൾ പലരും സ്വകാര്യമായി പങ്കുവയ്ക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇവർ ഇത് സ്വകാര്യമായി അല്ല പങ്കുവയ്ക്കേണ്ടത്. ഇവിടെ ഈ ചാനലിൽ വന്നിരുന്ന രാഹുലിനെ തെറി പറയുന്നു, വലിയ സ്ത്രീവാദം പറയുന്നു. ഇവരുടെയൊക്കെ തനി സ്വഭാവം, യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയുന്നവർ പരസ്യമായി പറയണ്ടേ? അല്ല, അതിനകത്ത് മറ്റൊരു കാര്യമുണ്ടല്ലോ. ഈ പറയുന്ന പോലെ രാഹുലിനെ തെറി പറയുന്നു, അല്ലെങ്കിൽ രാഹുലിന്റെ വിഷയത്തിൽ വലിയ സ്ത്രീ പക്ഷ നിലപാടൊക്കെ എടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ പറയുമ്പോൾ ഞങ്ങളുടെ കരിയർ അവിടെ തീരും എന്ന ഉറച്ച ബോധ്യം, അല്ലെങ്കിൽ ഈ ലോകത്ത് മാധ്യമ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് ആ ചിന്ത മാറണം. കാരണം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇരുന്ന് മാധ്യമ പ്രവർത്തനം നടത്താനും യഥാർത്ഥത്തിൽ കഴിവുള്ള ഒരു മാധ്യമ പ്രവർത്തനം. അതൊന്നും ചിന്തിക്കില്ല. ഞാൻ ഈ പറയുന്ന, അല്ല നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞ കാര്യമാണ് ചേച്ചി, ഈ പരാതിക്കാരികൾ, അതിജീവിതമാരൊക്കെ കേരളത്തിൽ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മോശപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ടായാൽ ഞാനത് പറയാൻ ഭയപ്പെടും. ആ തരത്തിലേക്ക് കേരളം അതപ്പതിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങൾക്ക് തിരിച്ചറിയാം യഥാർത്ഥ പരാതിക്കാരിയെയും അല്ലാതെ ഫേക്കായിട്ട് വരുന്നവരെയും കണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ കാലത്തില് ഈ കേരളം ഏറ്റവും അധികം വെറുത്തത് ഒരു പുഞ്ചിരിയല്ല, അതിനെ പുഞ്ചിരി എന്നല്ല, ഒരു സ്ത്രീയുടെ ചിരിയെ. കേരളത്തിലെ ആൾക്കാർ എന്ത് ചിരിയാണ്, സ്വയം ഒരു സിനിമാ നടിയാണെന്ന് പറഞ്ഞാണ് അവർ പരിചയപ്പെടുത്തി വന്നത്. പക്ഷെ അവർ പറയുന്നത് എന്താണ്? അവരോട് മോശമായി പെരുമാറിയിട്ടില്ല, അവർക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, അവർക്ക് ക്രഷ് അടിച്ചില്ല, എന്റെ അടുത്ത സുഹൃത്താണ്, ഇപ്പോഴും നവീകരിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല,
ആളോട് നേരിട്ട് വൈരാഗ്യവുമില്ല. പിന്നെ എന്തിനാണ് ഈ കാട്ടിക്കൂട്ടലുകൾ? ഇതിന്റെ തിരി കൊളുത്തി വിട്ടതാരാ? ഒരു ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അന്നും അതേ ചിരി, ഇന്നും അതേ ചിരിയും ചിരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടാൽ ഈ നാട്ടുകാർക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞു തരാം, യഥാർത്ഥത്തിൽ അനുഭവിച്ച ഒരാൾ വന്ന് ജനങ്ങളോട് പറയുകയാണെങ്കിൽ അത് ലൂപ്പ് ഹോൾസ് ഉണ്ടാവില്ല, പച്ചയായ സത്യമായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അനുഭവിച്ച ആൾക്ക് പറയാനൊരു ഭയം ഉണ്ടാകും ഇന്നത്തെ സാഹചര്യത്തിൽ. ഭയപ്പെടണ്ട, സത്യത്തെ മനസ്സിലാക്കാൻ ജനങ്ങൾക്കറിയാം. ഇപ്പോ ഈ പറയുന്നുണ്ടല്ലോ, ഇനി രാഹുലിന്റെ പിന്നാലെ ഇനിയും കേസുകൾ വരും. എന്റെ ഒരു അഭിപ്രായത്തിൽ ചേച്ചി, കേസുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ടുപേരുടെ സമ്മതപ്രകാരം നടന്നതാണെങ്കിൽ രാഹുലിന് ജാമ്യം കിട്ടും. 14 ദിവസം അല്ലെങ്കിൽ മാക്സിമം 90 ദിവസം പിടിച്ച് രാഹുലിനെ അകത്തിട്ടാലും അത് കഴിയുമ്പോൾ ജാമ്യം കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. ഈ കേസുകൾ എന്തിനാണ് ഇവരെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ ഒരു അതിജീവിതം എന്ന് പറയുന്നില്ല, ആദ്യത്തെ പരാതിക്കാരി വന്നു. ആ നിമിഷം ബാക്കി പരാതിയുള്ള സ്ത്രീകളെല്ലാം വരണമായിരുന്നു. അവിടെയാണ്, അങ്ങനെയായിരുന്നു ആർജവം കാണിക്കേണ്ടത്. ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമ്മളിപ്പോ ഒരു വീഡിയോ, ഇപ്പൊ 3 വീഡിയോ ഒന്നിച്ചെടുത്തിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കില്ലേ, അതുപോലെ ഇവരത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന പോലെ ഈ യഥാർത്ഥ പരാതിക്കാരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ആ സമയത്ത് എല്ലാ പരാതികളും വരണം. അല്ലാതെ ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് വിശ്വസിക്കാതെ പോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓരോ മാസം കൂടുമ്പോഴാണ് ഓരോ പരാതിക്കാർ വരുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ പണ്ട് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് സരിതയിലൂടെയല്ലേ, ഇത്തരം ചിന്തകൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, നമുക്കൊരു കുറ്റം പറയാനാകില്ല. ഇനിയിപ്പോ രാഹുലിന് 3 പരാതിയിലും രാഹുലിന് ജാമ്യം കിട്ടി, അടുത്ത പരാതി വരുമ്പോൾ ജാമ്യം കിട്ടില്ലെന്നാ ചേച്ചി വരുന്നത്. അതും കിട്ടും. പക്ഷെ ഇവര് അതിനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു നാർസിസ്റ്റിക് സൈക്കോപാത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രീതിയിൽ ആണ് പറഞ്ഞ് സ്ഥാപിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, രാഹുലിനോടൊപ്പം കോളേജിൽ പഠിച്ചിരുന്ന പല ആൾക്കാരുമായി ഞാൻ സംസാരിച്ചിരുന്നു. നമുക്കറിയണമല്ലോ ഇപ്പൊ ഒരാളുടെ സ്വഭാവം, അവരുമായി നമുക്കിപ്പം ഇരുന്ന് ഈ കാണുന്ന വാർത്തകൾ അനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അതിലുപരി അയാളുമായി അടുപ്പമുണ്ടായിരുന്ന, നേരിട്ടറിയുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അയാളെ നേരിട്ടറിയുന്ന ഒരുപാട് ആൾക്കാർ അയാളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ പറയാം ശരി, ഇപ്പൊ കോളേജിൽ അയാൾ ചെയർമാനൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോഴും അയാൾക്ക് ഇതേപോലെ ആൾക്കാരുടെ ഇടയിൽ ആ ഒരു പ്രിയങ്കരനായിരുന്നു ക്യാമ്പസിനുള്ളിൽ പോലും. അപ്പോൾ പോലും എല്ലാവർക്കും അയാളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഇവരും കൂടെ ഒരു പങ്ക് വഹിച്ചിട്ടില്ലേ? ഇപ്പൊ ഇയാളോട് അങ്ങോട്ടപ്പുറത്ത് ഈ 3ാമത്തെ പരാതിക്കാരി നമ്പർ മാറി മെസ്സേജ് അയച്ചു എന്നാണ് പറഞ്ഞത്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, നമ്പർ മാറി ഒരാൾക്ക് മെസ്സേജ് അയക്കുകയും പിന്നീട് അവർക്കൊപ്പം പോവുകയും ചെയ്യുന്ന തലത്തിലേക്കൊക്കെ മാറി. ഇത് പണ്ട് ഈ ആണുങ്ങൾ പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് പോയി ഹലോ നമ്പർ വിളിച്ച് അയ്യോ നമ്പർ മാറിപ്പോയി എന്ന് പറയും. അപ്പൊ ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ തിരിച്ചു ചോദിക്കും അതെങ്ങനെയാണ് നമ്പർ മാറിപ്പോകുന്നതെന്ന് തിരിച്ച് ചോദിച്ച് നമുക്ക് വേണ്ടാത്തവരാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തു വിടും. അത് മാത്രമല്ല ചേച്ചി, എല്ലാവരും അല്ലെങ്കിൽ ഈ പറയുന്ന പരാതികളിലൊക്കെ പറയുന്നതാണ് വിവാഹ വാഗ്ദാനം നൽകി. ഈ വിവാഹ വാഗ്ദാനം നൽകി വിവാഹിതയായ സ്ത്രീകൾക്കാണ് ഈ വിവാഹ വാഗ്ദാനം. അല്ല ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, എന്റെ ഒരു സംശയമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സദാചാരം സംസാരിക്കുന്നത്. ഈ സദാചാരം എത്രയും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ അറിയില്ലേ? വിവാഹ വാഗ്ദാനം നൽകി നമ്മളൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ സമൂഹത്തിൽ എങ്ങനെ ഇറങ്ങി നടക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നില്ലേ? അല്ല, ആ 3 മാസത്തിന് മുന്നേ അബോർഷൻ ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വരെ ലിംഗനിർണ്ണയം നടത്തി പേരും ഇട്ട് വെച്ചവരാണ് ഈ അതിജീവിതമാരെന്ന് സ്വയം അവകാശപ്പെടുന്നവർ. ഇപ്പൊ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇനി നമുക്കെതിരെ കേസ് വരുമായിരിക്കും. പക്ഷെ ഇതിലെല്ലാം ചില അതിജീവിതമാർക്ക് വേറൊരു നീതി, വേറെ ചിലർക്ക് വേറെ നീതി എന്നുള്ളതാണ് ഇവിടെ കണ്ടുവരുന്നത്. ചേച്ചി, അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് കേരള പോലീസിന്റെ ഒരു നിലപാട്. ആദ്യത്തെ കേസ് വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോൾ രാഹുലിനെ പിടിക്കാനാകുന്നില്ല. കേരള പോലീസ് രാഹുലിന് വേണ്ടിയിട്ട് എന്താണ്, രാഹുൽ കർണാടകയിലുണ്ട്, അവിടെയുണ്ട്, രാഹുലിനെ പിടിക്കാനാകുന്നില്ല, എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ CD അന്വേഷിച്ച് പോയതുപോലെ കുറെ പോകുന്നു. അത് കഴിയുമ്പോൾ ഇവര് എന്താണ്, ഒന്നും കിട്ടിയില്ല, കണ്ടെത്താനാകാതെ തിരിച്ചു വരുന്നു. അതേ പോലീസാണ് മെയിൽ വഴി പരാതി വരുന്നു, രാത്രി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അകത്തൊക്കെ ഒരു നാടകമുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. എത്ര സ്ത്രീകളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു നടപടിയും ആവാത്ത എത്ര കേസുകളുണ്ട്. ഇവിടെ സൈബർ പോലീസിന് പരാതി കൊടുത്ത എത്ര അതായത് സ്ത്രീകളുടെ ഫോട്ടോ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ പേജുകളാണ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ലൈംഗികപരമായുള്ള വീഡിയോകൾ ചെയ്യാൻ വേണ്ടി എത്രയോ സ്ത്രീകളുടെ വീഡിയോകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെതിരെ സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ട്. മണി ഫ്രോഡ്സ്, ഇഷ്ടം പോലെ മണി ഫ്രോഡ്സ് സോഷ്യൽ മീഡിയയിൽ വന്ന് പണം തട്ടിക്കുന്ന എത്ര കേസുകളിലേക്കാണ് ഈ സൈബർ പോലീസിലേക്ക് ഞാൻ കൊടുത്ത ഒരു മണി ഫ്രോഡ് കേസ്. അത് എനിക്ക് അബദ്ധം പറ്റിയതല്ല, എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ സൈബർ പോലീസിൽ പരാതി കൊടുത്തതാണ്. പരാതി കൊടുത്തിട്ട് അവര് കൺസേൺ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മാസം 3, 4, 5 ആയി. ഇതുവരെ ആ കാര്യത്തിൽ ഒരു ഇതും ഉണ്ടായില്ല. പക്ഷേ ഇതുപോലെ മെയിൽ അയച്ചാൽ, അത് കാനഡയിലിരുന്ന് മെയിൽ അയച്ചാൽ
അത് രാഹുലിന്റെ എതിരെയുള്ള പരാതിക്കാരിയാകണം എങ്കിൽ വളരെ പെട്ടെന്ന് എടുക്കും. സാധാരണ ഇതിൽ ചേച്ചി പറയാം ഏത് പരാതിക്കാരിയാണ് അല്ലെങ്കിൽ ഏത് അതിജീവിതയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത്? പോട്ടെ, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നത് വേഗം നടക്കാൻ വേണ്ടി KPCC പ്രസിഡന്റിന് പരാതി കൊടുത്ത ഒരു അതിജീവിതയുടെ പേര് ചേച്ചി പറഞ്ഞേ. രാഹുലിന്റെ വിഷയത്തിലല്ലാതെ ഒരാളുടെ പേര് പറയും. ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ഒരു ആരോപണം വന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ ആദ്യമായിട്ട് ഒരു MLA-ക്കോ അല്ലെങ്കിൽ വന്ന പരാതിയല്ലല്ലോ. കോൺഗ്രസിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ KPCC പ്രസിഡന്റാണോ പരാതി കൊടുത്തത്? അല്ല, ഇതൊക്കെ പുതിയ തന്ത്രങ്ങളാ. പുതിയ ഇങ്ങനെ വ്യത്യസ്തം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നട റോഡിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ആദ്യം കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ യഥാർത്ഥത്തിൽ നിസ്കരിക്കാൻ വേണ്ടി റോഡിൽ വന്നിരിക്കുവോ? അതിന് മുന്നേ ആൾക്കാരങ്ങ് അവരെ തെറി പറഞ്ഞുകൊണ്ട് വൈറലാവാനും അറ്റൻഷൻ കിട്ടാനും എന്തും ചെയ്യുന്ന തരത്തിലേക്ക് കേരളം മാറി. അല്ല, ആ തരത്തിലാണ് ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. പക്ഷെ അവരവരുടെ ഗതികേട് കൊണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് ഒരു പരിഹാരം കിട്ടാൻ വേണ്ടി അവരെ ആൾക്കാരുടെ യഥാർത്ഥത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവരുടെ അതായത് ഞാൻ പറഞ്ഞ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ കേരളത്തിലുള്ളവർ മടിക്കാത്തൊരു രീതിയിലോട്ടാണ് പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ അത് ചെയ്യുന്നത് സ്ത്രീകളാണ്.